ഹലോ നമസ്കാരം. എല്ലാവർക്കും വീണ്ടും ഹിസ്റ്റോറിയയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരുന്നത്? സംഘസാഹിത്യം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിനുശേഷം തിണകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ എടുക്കേണ്ടായി അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ സംഘസാഹിത്യത്തെ കൂടാതെ പ്രാചീന കാലത്തെ കുറിച്ച് പഠിക്കാൻ സഹായകമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപാദാനങ്ങൾ ഏതൊക്കെയാണ്. അതിൽ വരുന്നതാണ് ഇൻഡോ റോമൻ സാഹിത്യകൃതികൾ, അതുപോലെ തന്നെ ഇൻഡോ റോമൻ നാണയങ്ങൾ, അതുപോലെ പുരാവസ്തുപരമായിട്ടുള്ള തെളിവുകൾ, ഇങ്ങനെ പല തെളിവുകളും നമുക്ക് പ്രാചീന കേരളത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിദേശ വ്യാപാരത്തെക്കുറിച്ചുള്ള കുറച്ച് തെളിവുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. വിദേശ വ്യാപാരവും ഗ്രീക്കോ റോമൻ ഉപാദാനങ്ങളും. കേരളത്തിന് പ്രാചീന കാലം മുതൽ തന്നെ വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഗ്രീക്കോ റോമൻ നാഗരികതയുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രാചീന കാലഘട്ടം മുതൽ തന്നെ കേരളത്തിന് ഗ്രീക്കോ റോമൻ നാഗരികതയുമായിട്ട് എന്തുണ്ട്? വ്യാപാര ബന്ധമുണ്ട്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിലെ അക്കാലത്തെ എല്ലാ തുറമുഖങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളും എവിടെയാണ് ഉണ്ടായിരുന്നത്? കേരളത്തിലാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ വ്യാപാരം എന്തൊക്കെ സാധനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നക്കല്ലുകൾ, അതുപോലെ തുണിത്തരങ്ങൾ തുടങ്ങിയ വസ്തുക്കളുടെ സമൃദ്ധമായിട്ടുള്ള കൈമാറ്റത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വ്യാപാരം നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് സുഗന്ധവ്യഞ്ജനങ്ങൾ, നമുക്കറിയാം കേരളത്തിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ലാൻഡ് ഓഫ് സ്പൈസസ് എന്നാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ രത്നക്കല്ലുകൾ, പിന്നെ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ സിൽക്ക് പോലുള്ള തുണികളില്ലേ, അപ്പോൾ ഇത്തരത്തിലുള്ള തുണിത്തരങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പ്രാചീന കാലത്ത് റോമാക്കാരും ഗ്രീക്കുകാരും ഒക്കെ എങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്? കേരളത്തിലേക്ക് വ്യാപാരം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ തുറമുഖ കേന്ദ്രങ്ങളായിരുന്നു മുസിരിസും അതുപോലെ തിണ്ടിസ് എന്ന് പറയുന്നത്. മുസിരിസ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് അടുത്തൊക്കെ വരുന്ന കൊടുങ്ങല്ലൂരാണെന്നാണ് പിന്നീട് ഇപ്പോൾ ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാലത്തെ പ്രധാനപ്പെട്ട രണ്ട് വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു മുസിരിസ് അതുപോലെ ടിൻഡിസ് എന്ന് പറയുന്നത്. കൊല്ലത്തിനടുത്ത് വരുന്ന ഒരു സ്ഥലമാണ് ടിൻഡിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടും ധാരാളം റോമൻ നാണയങ്ങളും അതുപോലെ മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ തെളിവാണ്? പണ്ട് കാലത്ത് കേരളത്തിന് വ്യാപാരം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള പ്രാചീന റോമൻ നാണയങ്ങളും അതുപോലെ റോമാക്കാരുടെ അതുപോലെ തന്നെ ഗ്രീക്കുകാരും ഉപയോഗിച്ചിട്ടുള്ള മൺപാത്രങ്ങളൊക്കെ. അതുപോലെ പ്രാചീന സഞ്ചാരികളായിട്ടുള്ള പ്ലിനി, സ്ട്രാബോ എന്നിവരുടെ കൃതികളിലും ഈ വ്യാപാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൺപാത്രങ്ങളും നാണയങ്ങളും മാത്രമല്ല, പണ്ട് കാലത്ത് ഇവിടെ സന്ദർശിച്ചിട്ടുള്ള പ്ലിനി അതുപോലെ സ്ട്രാബോ എന്ന് പറയുന്ന സഞ്ചാര കൃതികളിൽ അല്ലെങ്കിൽ സഞ്ചാരികളുടെ കൃതികളിലും എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? ഈ കാലത്ത് നടന്നിട്ടുള്ള വ്യാപാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഡോ റോമൻ വ്യാപാരത്തിൽ കേരളത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പൊതുവർഷത്തിൻ്റെ ആദ്യകാലത്ത് ഇൻഡോ റോമൻ വ്യാപാരത്തിൽ കേരളത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോൾ പൊതുവർഷം, അതായത് ഏകദേശം 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇന്ത്യക്കാർക്ക് ആരുമായിട്ട് വ്യാപാരമുണ്ട്? റോമാക്കാരുമായിട്ട് വ്യാപാരമുണ്ട്. മുസിരിസ്, ടിൻഡിസ് തുടങ്ങിയ തുറമുഖങ്ങളും അതുപോലെ കൊറ്റനാര പോലുള്ള സ്ഥലങ്ങളും ഗ്രീക്ക് റോമൻ കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. ഈ നമ്മുടെ കേരളത്തിലുള്ള മുസിരിസ് അതുപോലെ ടിൻഡിസ് എന്ന് പറയുന്ന തുറമുഖങ്ങളെക്കുറിച്ചും കൊറ്റനാര എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചും ഏത് കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്? ഗ്രീക്ക് റോമൻ കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് എന്തിൻ്റെ തെളിവായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്? പൊതുവർഷത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ ഇൻഡോ റോമൻ വ്യാപാരം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് കണക്കാക്കുന്നത്. റോമിൽ നിന്നും സ്വർണം നിറച്ച കപ്പലുകൾ കേരളത്തിൽ കുരുമുളക് കയറ്റി തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ചില കൃതികളിലൊക്കെ പറയുന്നുണ്ട്. ഈ കച്ചവടത്തിൽ തമിഴകത്തെ ജനങ്ങളും സജീവ പങ്കാളികളായിരുന്നു. പ്രാചീന സഞ്ചാരിയായ പ്ലിനി പറയുന്നത് പോലെ റോമിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിൻ്റെ ഒഴുക്ക് വളരെ കൂടുതലായിരുന്നു ഇക്കാലത്ത്. അപ്പോൾ നമ്മളെ നാട്ടിലേക്ക് റോമക്കാർ എന്താണ് കൊണ്ടുവരുന്നത്? സ്വർണം കൊണ്ടുവരുന്നു. അതിന് പകരമായിട്ട് ഇവർ ഇവിടുന്ന് കൊണ്ടുവരുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടുള്ള കുരുമുളകും ഇഞ്ചിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത്രത്തോളം വില എന്തിനുണ്ടായിരുന്നു ആ കാലത്ത്? നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഇവർ കൊടുത്തിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് സ്വർണം പോലുള്ളവയായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ എവിടെയാണ് സൂചിപ്പിക്കുന്നത്? പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന കൃതിയിലാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ തമിഴർ വിദേശ വ്യാപാരം സംഘടിപ്പിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിയന്ത്രിച്ചതിനെക്കുറിച്ചോ നമുക്ക് കാര്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. തമിഴർ ഈ വ്യാപാരത്തിൽ സജീവ പങ്കാളികളായിരുന്നു. എന്നാൽ ഇവർ വ്യാപാരം സംഘടിപ്പിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിയന്ത്രിച്ചതിനെ കുറിച്ചിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. കുരുമുളക്, ഇഞ്ചി, ഏലം, ഗ്രാമ്പു, വനവിഭവങ്ങൾ, രത്നങ്ങൾ, മുത്തുകൾ എന്നിവയായിരുന്നു തമിഴകത്തു നിന്നും
പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്തിരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ കുരുമുളക്, ഇഞ്ചി എന്നൊക്കെ പറയുന്നത് എന്താണ്, സുഗന്ധവ്യഞ്ജനങ്ങളാണല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ വനവിഭവങ്ങൾ, രത്നങ്ങൾ, വിലപിടിപ്പുള്ള രത്നങ്ങൾ, അതുപോലെ മുത്തുകൾ എന്നിവയായിരുന്നു തമിഴകത്തു നിന്നും ഇക്കാലത്ത് കയറ്റി അയച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ആദിമ തമിഴ് സാഹിത്യങ്ങളിൽ ഗ്രീക്കുകാരെ യവനന്മാരെന്നാണ് വിളിച്ചിരുന്നത്. ഗ്രീക്കുകാർ അറിയപ്പെട്ടിരുന്ന പേര് യവനന്മാരെന്നാണ്. ആദിമ നമ്മുടെ തമിഴ് സാഹിത്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ ഗ്രീക്കുകാരെയും റോമക്കാരെയും വിശേഷിപ്പിക്കുന്ന എന്ത് പേരിലാണ്? യവനന്മാർ എന്ന പേരിലാണ്. ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിലേക്കുള്ള സമുദ്ര സഞ്ചാരം ചരിത്രാതീത കാലം തൊട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചരിത്രം ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ എന്തുണ്ട്? ഇന്ത്യയിൽ നിന്നും പേർഷ്യയിലേക്കുള്ള സമുദ്ര വ്യാപാരം ഉണ്ടായിരുന്നു. ഇവർ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ആശ്രയിച്ചാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വന്നിരുന്നത്. ഇത്തരത്തിലുള്ള യൂറോപ്യന്മാരും അതുപോലെ പേർഷ്യക്കാരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നിരുന്നത് എങ്ങനെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ആശ്രയിച്ചാണ്. BCE 2-ാം നൂറ്റാണ്ടിനും CE 2-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലത്താണ് കേരളവും റോമും തമ്മിലുള്ള വ്യാപാരം ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിക്കുന്നത്. BCE 2-ാം നൂറ്റാണ്ടിനും അതുപോലെ CE 2-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലത്താണ് കേരളവും റോമും തമ്മിലുള്ള വ്യാപാരം ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ തമിഴ് സാഹിത്യങ്ങളിലൊക്കെ ഗ്രീക്കുകാരെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? യവനന്മാർ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ റോമൻ നാണയങ്ങളിൽ 130 സ്ഥലങ്ങളിൽ നിന്നുള്ള ഏകദേശം 170ഓളം കണ്ടെത്തലുകൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏകദേശം 130ഓളം സ്ഥലങ്ങളിൽ നിന്ന് നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. കോട്ടയം, ഈയാൽ, വള്ളുവള്ളി, അതുപോലെ കീഴളിയൂർ, അതുപോലെ ഇടമറുക്, പൂഞ്ഞാർ, നിരണം, പണങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നും എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ കോട്ടയം, ഈയാൽ, അതുപോലെ ഇടമറുക്, നിരണം, പണങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെന്തിൻ്റെ സൂചനയാണ്? പണ്ട് കാലത്ത് തന്നെ നമ്മുടെ കേരളവുമായിട്ട് ഇവർക്ക് വ്യാപാരം ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ള നാണയങ്ങൾ. ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള നാണയങ്ങളിൽ ഭൂരിഭാഗവും അഗസ്റ്റസ്, ടൈബീരിയസ് എന്നീ ചക്രവർത്തിമാരുടെ ഭരണകാലത്തുള്ളതാണ്. ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള നാണയങ്ങളിൽ ഭൂരിഭാഗവും ഏത് രാജാക്കന്മാരുടെ കാലത്തുള്ളതാണ്? റോമിലെ പ്രശസ്തരായിട്ടുള്ള ചക്രവർത്തിമാരാണ് അഗസ്റ്റസും ടൈബീരിയസും ഒക്കെ. അപ്പോൾ അവരുടെ കാലത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് അനുമാനിക്കാനായിട്ട് പറ്റും? ഇവരുടെ കാലത്താണ് നമ്മുടെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നിരുന്നത് എന്ന് അനുമാനിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് റോമൻ നാണയങ്ങളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്, കോട്ടയം പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഭൂരിഭാഗവും ഏത് രാജാക്കന്മാരുടെ കാലത്താണ്? അഗസ്റ്റസ്, ടൈബീരിയസ് തുടങ്ങിയ ചക്രവർത്തിമാരുടെ കാലത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? പ്രാചീന കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപാദാനങ്ങളാണ് ഈ ഗ്രീക്കോ റോമൻ നാണയങ്ങളും അതുപോലെ തന്നെ അവരിവിടെ അവശേഷിപ്പിച്ചു പോയിട്ടുള്ള മൺപാത്രങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കേരളത്തിൻ്റെ ചരിത്രത്തെ പുനർനിർമ്മിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ